വീഡിയോ ഗെയിമുകൾ ആസ്വദിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടറിൽ മാത്രം കളിക്കാൻ പറ്റുന്ന കുറേ അടിപൊളി ഗെയിമുകളുണ്ട്. അതിനകത്ത് പല ഗെയിമുകളും നമ്മുടെ കേരളത്തിലുള്ള പല സ്ട്രീമേഴ്സ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയി കാണാറുണ്ട്. അതുപോലെ തന്നെ പലരും ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും, ഇതൊന്നും നമ്മുടെ മൊബൈലിലും കൂടി വന്നിരുന്നെങ്കിൽ, ഇതിൻ്റെ ഒരു വേർഷൻ മൊബൈലിലും കൂടി വന്നിരുന്നെങ്കിൽ. 2022 PC-യിൽ നിന്ന്, അതായത് കമ്പ്യൂട്ടറും കൺസോളിലും നിന്ന് മൊബൈലിലേക്ക് വരാൻ പോകുന്ന കിടിലൻ ഗെയിമുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുന്നേ എനിക്ക് ജീവിക്കണം, അതിന് വേണ്ടിയിട്ട് ഒരു സാധനം ഞാൻ ഇവിടെ കുത്തിക്കയറ്റുകയാണ്. Here we go. നിങ്ങളുടെ കമ്പ്യൂട്ടറിന് എത്ര സ്പെക്ക് ഉണ്ടായിട്ടും കാര്യമില്ല, ഒരു ബെസ്റ്റ് ബ്രൗസർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ബെസ്റ്റ് പെർഫോമൻസ് കിട്ടാനായിട്ട് ഒരു ബെസ്റ്റ് ബ്രൗസർ വേണം. അതിന് Opera GX വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. കാരണം ഈ ഒരു ബ്രൗസർ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കിഡിലുമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളൊരു ബ്രൗസറാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മൊബൈൽ വേർഷൻ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൗസറിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ ഒരു സൈഡ് ബാർ ഉണ്ട്. ഈ സൈഡ് ബാറിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട മെസ്സേജിങ് ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡ് ബാറിൽ നിന്ന് വാട്സപ്പ് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് അതിനകത്ത് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഗെയിം കളിക്കുന്നവർക്ക് അറിയാലോ, ഡിസ്കോഡ് എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കോഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡിസ്കോഡും ഓപ്പൺ ആക്കി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാം ഇവിടെ സൈഡിൽ തന്നെ കാണും. ആ ഒരു സൈഡിൽ തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും ആദ്യത്തത് GX കൺട്രോൾ. ഈ GX കൺട്രോൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് CPU ഓറിയൻറ്റഡ് ആയിട്ടാണോ വേണ്ടത് അതോ RAM ഓറിയൻറ്റഡ് ആയിട്ടാണോ വേണ്ടതെന്ന് നോക്കാം. നെറ്റ്വർക്ക് ലിമിറ്റർ, നിങ്ങൾ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്താണ് നിങ്ങൾ ഈ ബ്രൗസർ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ ലിമിറ്റ് ചെയ്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റും. റാം ഒരുപാട് യൂസ് ചെയ്യേണ്ട, കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ CPU ലിമിറ്റർ, അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ CPU ഒരുപാടൊന്നും പെർഫോമൻസ് വേണ്ട, ഞാൻ മൈനർ ആയിട്ടുള്ള സെർച്ചും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നീട് നമുക്കതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് GX ക്ലീനർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ GX ക്ലീനർ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3 കാറ്റഗറി ഉണ്ട്. മിനിമം, മീഡിയം, മാക്സിമം എടുത്തു കഴിഞ്ഞാൽ എല്ലാം പോകും. എന്നിട്ട് സ്റ്റാർട്ട് ക്ലീനിങ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ക്ലീനായി നിങ്ങളുടെ ബ്രൗസറും നിങ്ങളുടെ കമ്പ്യൂട്ടറും കുറച്ചുകൂടി ഫ്രീ ആവും. ഇനി നമ്മൾ ഈ ബ്രൗസറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഒന്നാമത്തേത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ തീം കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് ലൈറ്റ് തീം വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് തീം എടുക്കാം. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഡാർക്ക് തീം വേണമെങ്കിൽ ഡാർക്ക് തീം വെക്കാം. ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ആഡ് ബ്ലോക്കർ ഇൻബിൽഡ് ആയിട്ടുണ്ട്. ട്രാക്കർ നിങ്ങൾക്ക് വെക്കാം. VPN വരെ ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ബുക്ക് മാർക്സ് നിങ്ങളുടെ ഏത് ബ്രൗസറാണോ നിങ്ങൾ യൂസ് ചെയ്തിരുന്നത് അതിൻ്റെ അകത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ Opera GX എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഗെയിം കളിക്കുന്നവർക്കും എഡിറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ ബെസ്റ്റ് ചോയ്സ് ആണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിന് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തേതായിട്ടുള്ളത് വാലറന്റ്. അതായത് നമ്മുടെ നാട്ടിലെ എല്ലാ പേരും കളിച്ചുകൊണ്ടിരിക്കുന്നതും വലിയ ടൂർണമെൻറ്റ് വരെ നടന്ന ആ ഒരു വാലറന്റ് എന്ന ഗെയിം നിങ്ങളുടെ മൊബൈലിൽ കളിക്കാനായിട്ട് പറ്റും. അതായത് വാലറന്റ് ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് എന്താണ് പ്രീ രജിസ്റ്റർ ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ പ്രീ രജിസ്റ്റർ ഉടനെ തന്നെ വരുന്ന സമയത്ത് നിങ്ങൾ പ്രീ രജിസ്റ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് റിലീസ് ആകുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും, കളിക്കാനായിട്ട് സാധിക്കും. അതായത് വാലറന്റ് നമ്മളെല്ലാവരും കളിച്ച് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്കറിയാം അതിനകത്ത് എങ്ങനെയൊക്കെയാണ് പല ഏജൻറ്റുകളും ആ ഏജൻറ്റിൻ്റെയൊക്കെ എബിലിറ്റീസും ഒക്കെ നിങ്ങൾക്ക് അറിയാം. അത് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മൊബൈലിൽ കളിക്കാനായിട്ട് പറ്റും. ഇനി 5G കൂടി വന്നിറങ്ങുന്നുണ്ട്. എല്ലാം കൂടി നിങ്ങൾക്കൊരു കിടിലം ഇയർ ആയിരിക്കും നമ്മുടെ 2022. ഞാൻ ജോൾസിനെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ യാദർശികം മാത്രം. നമ്മുടെ രണ്ടാമത്തെ ഗെയിം അപ്പെക്സ് ലെജൻസ് റിലീസ് ആയി കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കളിക്കാനായിട്ട് പറ്റും. അപ്പെക്സ് ലെജൻസ് ഒരു കിഡ്ലൻ ഗെയിമാണ്. നമ്മുടെ കമ്പ്യൂട്ടറിലാണ് അത് റിലീസ് ചെയ്തത്. അതായത് കമ്പ്യൂട്ടറിലും കൺസോളിലാണ് റിലീസ് ചെയ്തത്. നിങ്ങൾക്ക് ഓരോ എബിലിറ്റി ഉള്ള ഏജന്റ് ആവാൻ പറ്റും. 3 പേർക്കായിരിക്കും അതിനകത്ത് മാക്സിമം കളിക്കാൻ പറ്റുക. ലൈക്ക് ബാറ്റിൽ റോയലാണ്, അവസാനം വരെ സർവൈവ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഓരോ എബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി യൂസ് ചെയ്ത് വേറൊരു പ്ലാനറ്റിലാണ് ഈ പരിപാടി നടക്കുന്നതെല്ലാം. ഒരു ഭയങ്കര രസമുള്ള ഗെയിമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതും ഒരു കിഡ്ലൻ ഗെയിമാണ്. ഇനി മൂന്നാമത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിൽ ഫീൽഡ്. ഓ മൈ ഗോഡ്, അതായത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കളിച്ചൊരു ഗെയിമാണ് ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത്. എനിക്കൊരു ഗെയിമിംഗ് ചാനലുണ്ട്. ഞാൻ അതും ഐ ബട്ടണിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആ ഒരു ഗെയിമിംഗ് ചാനലിൽ എനിക്ക് ആക്ച്വലി ബാറ്റിൽ ഫീൽഡിൻ്റെ ഒരു സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു 2019. അത് ബാറ്റിൽ ഫീൽഡ് 5 ഇറങ്ങിയ സമയത്ത്. അതേപോലെ നമ്മുടെ ബാറ്റിൽ ഫീൽഡ് വരാൻ പോവാണ്. ബാറ്റിൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയട്ടെ, വാർ എലമെൻ്റ് ഉള്ള ഗെയിമുകളാണ്. പല സിനാരിയോ, പല സ്ഥലത്ത് പലതരത്തിൽ പല വാറുകൾ നടക്കുകയാണ്. ആ വാറെല്ലാം ഒരു ഫസ്റ്റ് പേഴ്സൺ എന്ന ലെവലിൽ, അതായത് ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ആയിരിക്കും. ഫസ്റ്റ് പേഴ്സൺ ലെവലിൽ നമ്മൾ അതിനകത്തുള്ള മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഓരോ സിനാരിയും കംപ്ലീറ്റ് ചെയ്ത് പോകണം. അതാണ് ഗെയിം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ്.
ഇനി നമ്മുടെ അടുത്തതെന്ന് പറയുന്നത് ലീഗ് ഓഫ് ലെജൻഡ്സ് വൈൽഡ് ഡ്രിഫ്റ്റ്. അതായത് ലീഗ് ഓഫ് ലെജൻഡ് അറിയാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. ഇ സ്പോർട്സ്, നമ്മുടെ ലോകത്തുള്ള ഇ സ്പോർട്സ് എന്ന് പറയുന്നതും, അതായത് ഏറ്റവും കൂടുതൽ പൈസ ബിഡ് ചെയ്ത ഒരു ടൂർണമെൻറ്റ് ഒക്കെ നടന്നത് ഈ ലീഗ് ഓഫ് ലെജൻഡ്സിലാണ്. ആ ഒരു ലീഗ് ഓഫ് ലെജൻഡ്സ് നിങ്ങളുടെ മൊബൈലിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ ലീഗ് ഓഫ് ലെജൻഡ്സ് കളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മൊബൈലിൽ കളിക്കാനായിട്ട് സാധിക്കും. ഇനി വരുന്നത് ടോം ക്ലാൻസീസ് ഡിവിഷനും ടോം ക്ലാൻസീസ് റെയിൻബോ സിക്സ് സീജും. ഇത് രണ്ടും നിങ്ങൾക്ക് പ്രീ രജിസ്റ്ററിന് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രീ രജിസ്റ്റർ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാം ഓൺലൈൻ വരുന്ന സമയത്ത്. ഈ രണ്ട് ഗെയിമും ഒരേ ഒരു എന്താ പറയുക, ഒരേ ഒരു എലമെൻ്റ് ആണ് അവർ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും രണ്ട് രസമുള്ള ഗെയിമാണ്. ഈ ഡിവിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാൻഡമിക് കഴിഞ്ഞിട്ട്, അതായത് എന്തോ ഒരു സംഭവം സംഭവിച്ചു, ലോകത്ത് മൊത്തം ഒരു പാൻഡമിക്, നമ്മുടെ കൊറോണ പോലെ എന്തോ ഒരു സാധനം സംഭവിച്ചു. അതിനുശേഷം അവിടെ ക്രിമിനൽസിനെയൊക്കെ പിടിക്കാനും അതുപോലെ തന്നെ അവരെയൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ തരത്തിലുള്ളൊരു ഒരു ഓപ്പൺ വേൾഡ് മിഷൻ ഗെയിമാണ് നമ്മുടെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ റെയിൻബോ സിക്സ് സീജ് എന്ന് പറഞ്ഞാൽ 5 പേരും വെച്ച് ഒരു അറ്റാക്കിംഗ് ഡിഫെൻഡിങ് ലെവലിൽ നടക്കുന്നത്, അതായത് CSGO പോലെയൊക്കെ. ഇതിനകത്ത് കുറച്ച് പേര് ഡിഫെൻഡ് ചെയ്യും, കുറച്ച് പേര് അറ്റാക്ക് ചെയ്യും. ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ എബിലിറ്റി ഉണ്ട്, നമ്മളെ വാലറന്റ് പോലെ തന്നെ. എന്നാൽ എബിലിറ്റി എന്ന് പറയുന്നത് വാലറന്റിൽ കുറച്ച് മാജിക്കൽ പവേഴ്സ്, കുറച്ച് ഫാൻറ്റസിയാണ്. എന്നാൽ ഇതിനകത്ത് ഫാൻറ്റസി മാജിക്കൽ പവർ ഒന്നുമില്ല, ഇതിനകത്ത് മൊത്തം ടെക്നോളജി സയൻസും ആണ്. അതായത് ഒരു മനുഷ്യന് അമാനുഷികമായിട്ടുള്ള കഴിവുകളല്ല ഇതിനകത്ത് കൂടുതലും. ഇതിനകത്ത് ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെയൊക്കെയാണ് അവർക്ക് ഓരോ എബിലിറ്റി വരിക. അതിനകത്തൊരു ഏജന്റ് ഉണ്ട്, IQ എന്നാണ് പേര്. പുള്ളിക്കാരിയുടെ എബിലിറ്റി എന്ന് വെച്ചാൽ കയ്യിലൊരു വാച്ച് പോലത്തെ ഒരു സാധനമുണ്ട്. അത് വെച്ച് സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ മതിലിൻ്റെയൊക്കെ അപ്പുറത്ത് എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസോ അല്ലെങ്കിൽ ക്യാമറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏജൻ്റൊക്കെ ഉള്ള ഇഷ്ടംപോലെ ഏജന്റ് ഉണ്ട്. എല്ലാം പഠിച്ചെടുക്കാൻ സമയമെടുക്കും, പക്ഷേ കിടു ഗെയിമാണ്. DCയുടെ ഹീറോസ് ആൻഡ് വില്ലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ബാറ്റ്മാൻ വേഴ്സസ് നമ്മുടെ ജോക്കർ, ആ ഒരു ലെവലിൽ ഒരു ഗെയിം വരുന്നുണ്ട്. അതൊരു സ്റ്റോറി മോഡ് ഗെയിം ആയിരിക്കുമെന്നാണ് പറയുന്നത്. കൂടുതലായിട്ട് എനിക്ക് അത് കളിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആവും. എനിക്ക് DC ഫാനല്ല, ഞാൻ അങ്ങനെ കോമിക് ബേസ്ഡ് സാധനങ്ങളൊന്നും അത്ര എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി നല്ലൊരു ഗെയിമായിരിക്കും. അടുത്തതാണ് അടിപൊളി ജസ്റ്റ് കോസ്. ഈ ഒരു ഗെയിം കളിച്ചിട്ടുള്ളവർ ഒരുപാട് പേര് കാണും. അതായത് നമ്മുടെ ഫാർ ക്രൈ, നിങ്ങൾക്കറിയാലോ, ഫാർ ക്രൈ പോലെയൊക്കെ ഉള്ളൊരു ഗെയിമാണ്, പക്ഷേ ഒരു ഓപ്പൺ വേൾഡ്, ഒരു ഭയങ്കര രസമുള്ളൊരു ഗെയിമാണ്. ഇത് നമ്മുടെ എന്താ പറയട്ടെ, നമ്മുടെ മൊബൈലിലേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലമായിരിക്കും. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ PC-യിലുള്ള കുറച്ച് കിടുക്കാച്ചി ഫേമസ് ഗെയിമുകൾ നമ്മുടെ മൊബൈലിലേക്ക് വരാൻ പോകുന്നത് 2022. ഇതൊന്നും തന്നെ അല്ല, ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ടും എനിക്ക് ചെയ്യേണ്ടി വരും. കാര്യം ഇതേപോലെ തന്നെ ഇഷ്ടം പോലെ ഗെയിമുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ള ഗെയിം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. വേറെ ഏതെങ്കിലും ഒരു ഗെയിം നിങ്ങൾക്ക് മൊബൈലിലേക്ക് വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ, അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോ, അടുത്തൊരു ആപ്പ് സീരീസ്, അടുത്തൊരു ഗെയിം സീരീസിൽ വീണ്ടും കണ്ടുകൊടുക്കുന്നതായിരിക്കും. ബൈ, താങ്ക് യു സോ മച്ച്.